ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സന്ദേശങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, അത് മറ്റുള്ളവർക്കായി നൽകുന്നുമുണ്ട്. അപ്പോൾ കൂടുതൽ പേര് ഇത് കേൾക്കുകയും അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയുകയും അനുഭവിക്കുകയും ചെയ്യും. നമ്മൾ ലുത്തിനിയയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലുത്തിനിയ, ലിറ്റനി, ലിത്തെ, ലാത്തെ എന്നീ പദങ്ങളിൽ നിന്ന് വരുന്ന മനോഹരമായൊരു വാക്ക്. സീരീസ് ഓഫ് പെറ്റീഷൻസ്, പ്രയർ എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. 1558 അവർ ലേഡി ഓഫ് ലൊറേറ്റോ ഇറ്റലിയിലെ ദേവാലയത്തിൽ ഉരുവിട്ട ആ പ്രാർത്ഥനകൾ തിരുനാൾ ദിവസങ്ങളിൽ, അത് പിന്നീട് സിക്സ്റ്റസ് അഞ്ചാമൻ മാർപ്പാപ്പ 1587 യൂറോപ്പ് മുഴുവൻ ചൊല്ലണമെന്നും പിന്നീട് അത് ലോകം മുഴുവൻ ഏറ്റെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ലുത്തിനിയയിൽ പല മാർപ്പാപ്പമാരും പലതരത്തിലുള്ള അത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് അക്കാലത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിന്നുമാണ് ഓരോന്നും ആഡ് ചെയ്തത്. 1814 പിയൂസ് ഏഴാമൻ മാർപ്പാപ്പ ക്വീൻ ഓഫ് ഓൾ സെയിൻസ് എന്നുള്ള അത് ലുത്തിനിയയിൽ ആഡ് ചെയ്തു. അതിൻ്റെ കാരണം നെപ്പോളിയൻ മാർപ്പാപ്പയെ ജയിലിലടച്ചു. ആ ജയിലിലടച്ചതിൻ്റെ നിന്ന് മോചനം കിട്ടിയത് ജനത്തിൻ്റെ പ്രാർത്ഥനയാൽ. അതുകൊണ്ട് അത് റിലീസായി, അദ്ദേഹത്തെ റിലീസ് ചെയ്യപ്പെട്ട് റോമിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതിന് നന്ദിയായി മാർപ്പാപ്പ കൂട്ടിച്ചേർത്തതാണ് ക്വീൻ ഓഫ് ഓൾ സെയിൻസ് എന്നുള്ളത് ലുത്തിനിയയിൽ. 1854 പിയൂസ് 9 മാർപ്പാപ്പ ക്വീൻ കൺസീവ്ഡ് വിത്തൗട്ട് ഒറിജിനൽ സിൻ എന്നുള്ളത് ഈ ലുത്തിനിയയിൽ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്യാൻ കാരണം ഇൻ എഫാബിലിയുസ് ദൈവുസ് എന്ന തൻ്റെ തിരുവെഴുത്ത് വഴി അമ്മ അമലോത്ഭവയാണെന്നും ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കണമെന്നുള്ള ഒരു കാര്യം ഈ തിരുവെഴുത്ത് വഴി നൽകപ്പെട്ടപ്പോഴാണ് പിയൂസ് 9 മാർപ്പാപ്പ ക്വീൻ കൺസീവ്ഡ് വിത്തൗട്ട് ഒറിജിനൽ സിൻ എന്നുള്ളത് ലുത്തിനിയയിൽ ആഡ് ചെയ്തത്. 1903 ലിയോ 13 മാർപ്പാപ്പ ആഡ് ചെയ്തതാണ് മദർ ഓഫ് ഗുഡ് കൗൺസിൽ. മദർ ഓഫ് ഗുഡ് കൗൺസിൽ എന്ന് ആഡ് ചെയ്യാൻ കാരണം ഇറ്റലിയിലെ ജനസോന ഷ്രൈൻ അദ്ദേഹം അതൊരു മൈനർ ബസിലിക്കയായി ഉയർത്തി. ആ മൈനർ ബസിലിക്കയായി ഉയർത്തപ്പെട്ടപ്പോഴാണ് മാർപ്പാപ്പ ഈ ഒരു കാര്യം അദ്ദേഹം ലുത്തിനിയയിൽ ആഡ് ചെയ്തത്, മദർ ഓഫ് ഗുഡ് കൗൺസിൽ എന്നുള്ളത്. 1915 പിയൂസ് 11 മാർപ്പാപ്പയാണ് ക്വീൻ ഓഫ് പീസ് എന്നുള്ളത് ലുത്തിനിയയിൽ ആഡ് ചെയ്തത്. അത് ആഡ് ചെയ്യാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് വേൾഡ് വാർ ഫസ്റ്റ് നടക്കുന്നൊരു കാലമാണ്. ആ വേൾഡ് വാർ ഫസ്റ്റ് നടക്കുന്ന സമയത്ത് ലോകം മുഴുവനും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ലുത്തിനിയയിൽ ക്വീൻ ഓഫ് പീസ് എന്ന് പിയൂസ് 11 മാർപ്പാപ്പ ചേർക്കപ്പെടുന്നത്. 1951 പിയൂസ് 12 മാർപ്പാപ്പയാണ് ക്വീൻ അസ്യൂംഡ് ഇൻ ടു ഹെവൻ എന്നുള്ളത് ആഡ് ചെയ്തത്. അദ്ദേഹം അത് ആഡ് ചെയ്യാനുള്ള സാഹചര്യം നമുക്കറിയാം. 1950 അസംഷൻ ഓഫ് മേരി എന്നുള്ളൊരു ഡോഗ്മ ഒഫീഷ്യലായിട്ട് മാർപ്പാപ്പ പ്രൊക്ലെയിം ചെയ്യുന്നത്. ആ പ്രൊക്ലെയിം ചെയ്യുന്നതിന് അദ്ദേഹം ഒരു തിരുവെഴുത്ത് തയ്യാറാക്കി, മുനിഫിച്ചേന്തിസിമുസ് ദേവുസ് എന്നുള്ളതാണ്. 1950 അദ്ദേഹം അതിൽ പറയുന്നത് മേരി വാസ് ടേക്കൺ അപ്പ് ബോഡി ആൻഡ് സോൾ ഇൻ ടു ഹെവൻലി ഗ്ലോറി എന്നാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ആ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട വലിയൊരു സത്യത്തെ മാർപ്പാപ്പ ലുത്തിനിയയിലൂടെ ആഡ് ചെയ്തതുകൊണ്ടാണ് 1951 പിയൂസ് 12 മാർപ്പാപ്പ ക്വീൻ അസ്യൂംഡ് ഇൻ ടു ഹെവൻ എന്നുള്ളത് ആ ലുത്തിനിയയിൽ ആഡ് ചെയ്യാൻ കാരണമായി തീരുക. ഇനിയും കൂടുതൽ ആഡിങ്സ് മാർപ്പാപ്പന്മാർ ചെയ്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കും. കേട്ടതത്രയും നിങ്ങൾ ധ്യാനിക്കുക, ചിന്തിക്കുക. ഓരോ സാഹചര്യത്തിലും മാർപ്പാപ്പന്മാർ ലുത്തിനിയയിൽ ഓരോന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെയൊക്കെ വിചിന്തനത്തിന് വേണ്ടിയിട്ടാണ്, നമ്മളൊക്കെ ചിന്തനീയമായ മാതാവിനെക്കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.